ചെറിയ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. എനിക്കും അതുപോലെ എൻ്റെ സംരംഭത്ത് ജേർണിയിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തരുന്ന അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞു പോകുന്ന ചില സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിലും അല്ലെങ്കിൽ കേക്കാണെങ്കിലും അല്ലെങ്കിൽ സാരി ആണെങ്കിലും ഒക്കെ സെല്ല് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഒരാളെ നമ്മൾ ഓർക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കുന്നു. അത് ചെറുതോ വലുതോ അതിൻ്റെ വിലയൊന്നുമല്ല. അത് ചിലപ്പം ഒരു കേക്കാകാം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആകാം. എന്തെങ്കിലും ഒരു ചെറിയ സാധനമാണെങ്കിൽ പോലും വേറൊരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഭാഗമാകുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. മിക്ക സംരംഭകർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവും, അങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക്. അപ്പം ഞാൻ ചെയ്യുന്ന വർക്കുകൾ അങ്ങനെ വേറൊരാൾക്ക് സന്തോഷം കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വിദേശത്തു നിന്നൊരു കുട്ടി അവരുടെ അമ്മായി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാരികളാണിവ. 4 സാരികളാണ് എന്നോട് ഓർഡർ ചെയ്തത്. എനിക്ക് അമ്മമാർക്ക് അയക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിരുന്നു. അമ്മമാർക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജസൊക്കെ വന്നിരുന്നു. കുറേ എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അതിൽ ഈ കുട്ടി ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു, സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. 4 സാരികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നാരായൺപേട്ട് സാരി, പിന്നെ ഒരു പാരറ്റ് ബുട്ടായുള്ള ഒരു എംബ്രോയ്ഡറി ഉള്ളൊരു സാരി, പിന്നെ ബാഗ്രൂ ബ്ലോക്ക് പ്രിൻ്റ് ഉള്ള ഒരു സാരി, പിന്നെ ഒരു വൈറ്റ് ചെക്കുള്ളൊരു കോട്ടൺ സാരി. ഇത്രയും സാരികളായിരുന്നു കുട്ടി ഓർഡർ ചെയ്തിരുന്നത്. ഒരുപാട് സന്തോഷം നൽകിയ ഒരു ഓർഡറാണിത്. നമ്മൾ ഒരു സംരംഭം ചെയ്യുന്ന സമയത്ത് അതിന് ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് അതിൻ്റെ വളർച്ചയെ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകമാണ്. താങ്ക് യു സോ മച്ച്.